അങ്ങോട്ട് എടുത്ത് മിരിയാം. ആ തലമുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചങ്ങോട്ട് ഇട്ട് തപ്പെടുത്ത് താളം തട്ടുമേ. ഞാൻ അതിനും അങ്ങ് പാട്ടെഴുതി. നാവെടുത്ത് സ്തുതി പാടുമേ, യേശുവെന്നെ വീണ്ടെടുത്തരാ, നന്ദിയോടെ സ്തുതി പാടുമേ. എന്തോ ഡാൻസ് ആയിരുന്നു അറിയാം. സ്വർഗം നിന്ന് ഡാൻസ് കളിച്ച് കാണും. ദൂതന്മാർ മൊത്തം ഡാൻസ് കളിക്കണോ സഭയ്ക്കകത്ത്? കർത്താവിന് വേണ്ടി നൃത്തം ചവിട്ടണം. ഒരു സമയം പിള്ളേർ നൃത്തം ചവിട്ടിയപ്പോ അവരെ പേരൻസ് അടക്കം പുറകിൽ നേരത്തെ വന്നതാ. അവിടെ 12 മണിക്കാ 11:30 സഭ ആരാധന, 10 മണിക്ക് സഭ തുടങ്ങും. പിള്ളേർ പാട്ട് പാടി ആരാധിക്കുക. പുതിയ പാട്ടൊക്കെ പാടുന്നതാ. ചിലര് പറയും ഞങ്ങൾക്ക് പഴയ പാട്ടാ. തന്റെ ഉണ്ടോ ഒരു പഴയ ഫോൺ യൂസ് ചെയ്യാൻ? ഇല്ല. പോകുന്ന സാധനമാണ് 10+. പാട്ടിന്റെ കാര്യം വരുമ്പോ വീട്ടിൽ പോയി അപ്പച്ചനെ ആ തരുവിൽ അങ്ങിരുത്തണം. പുതിയതിലും ആത്മാവുണ്ട്. സ്വോത്രം പറ. അത് പരിശുദ്ധാത്മാവ് അങ്ങ് 68-ലായിരുന്നു, ഇപ്പൊ ഇല്ലേ? പരിപാടി നിർത്തില്ലെങ്കിൽ ലോറി. ഇപ്പോഴും ഉണ്ട് പരിശുദ്ധാത്മാവ്. പറ. എല്ലാരും പണങ്ങി. ചിലരിങ്ങ് ആരെ പ്രസാദിപ്പിക്കാനായി ഈ നൂറ്റാണ്ടിലെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം. ഒരു ഓർക്കുന്ന അതിന്റെ പെന്തിക്കോസ് പോയി. ആ സാധനം രക്തം ദേഹം പിള്ളേർ നൃത്തം ചവിട്ടി ആരാധിക്കുക സഭയിൽ. ആ സഭയില് എനിക്ക് ആ പാട്ട് കേട്ട് മേളി ഇരിക്കുക. 12 മണിക്ക് ഇറങ്ങി ചെന്നാ മതി. മെസ്സേജാ. എനിക്ക് പറ്റുന്നില്ല. ഞാൻ ചാടി എഴുന്നേറ്റ് റെഡി ആയിട്ട് നോക്കുമ്പോ പിള്ളേരാ പാടുക. ആടുവേ നാം പാടുവേ, യേശുവപ്പായേ നാം പാടുവേ, ആടുവേ നാം പാടുവേ. തമിഴ് പാട്ട് പാടി അവരെ ആരാധിക്കുക. 10-100 കണക്കിന് പിള്ളേര്. ഞാനവിടെ ചെന്നപ്പോഴത്തേ കുറച്ചു പേര് പറയും പിള്ളേരെ പിടിച്ചിരുത്തും. ഇതാണോ സഭ? ഇതാണോ സഭ? ഇതല്ല സഭ. പിന്നെ മെറീന ബീച്ചിൽ പോയി ഇങ്ങനെ ഇരിക്കണോ? ചെറുക്കനും പെണ്ണും കൂടെ ഒറ്റ കുടക്കിട്ട് മൊബൈൽ ഉരുട്ടിക്കൊണ്ടിങ്ങനെ നടക്കണോ? എവിടെയാലും പോയി കഞ്ചാവ് പൊതി അടിച്ച് നടക്കണോ? സഭയിൽ അടുത്ത തലമുറ ആനന്ദം കണ്ടെത്താൻ ഏത് സഭ അനുവദിക്കുമോ ആ പിള്ളേരെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ സീക്രട്ടാ.